നോക്കിയേ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? നന്നായിട്ടില്ലേ? ആ കൊള്ളാം. ഇനി ക്രീം നിറത്തില് വേറെ ഒന്നുണ്ട്, അതിട്ടുണ്ട് വരട്ടെ. കുറച്ച് കഴിഞ്ഞു പോരെ, എനിക്ക് സ്വല്പം ജോലി ഉണ്ടായിരുന്നു. സുഖേട്ടാ, ഇനി മുതൽ ദിവ്യമോള് സുഖേട്ടന് അച്ഛാന്ന് വിളിക്കില്ല. അയ്യോ അതെന്ത്? എന്നെ അമ്മാന്നും വിളിക്കില്ല. പിന്നെ സുഖേട്ടൻ ഡാഡി, ഞാൻ മമ്മി. ലോകം ഒരുപാട് മുമ്പോട്ട് പോയി സുഖേട്ടാ. കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ പരിഷ്കാരം അറിയേണ്ട ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വേണോ? വേണം. Daddy? Mommy? Daddy? Mommy? Daddy? Mommy? Daddy? Mommy? തനിക്കൊരു കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഇപ്പൊ തന്നെ ഓട്ടോയ്ക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല. ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാറ് ശമ്പളത്തിന് പിടിച്ചോളൂ. ആ ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ? എന്തായി? മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? കാറ് കണ്ടീഷനാ. ആ കോളനിയിൽ എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരാൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താർത്ഥം? അത് കറക്റ്റാണ്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ. അതെന്തിന്? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ. ഞാനുള്ളപ്പോ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദിരാശിയിലെ ടാക്സി എടുത്ത കയ്യാണ്. പിന്നെ മോള് സ്കൂൾ വിട്ട് വരുമ്പോ കൂടെ ഇറങ്ങി വന്നില്ലേ ഒരു ടീച്ചർ? ആ നല്ല ഉയരമുള്ള ടീച്ചർ. അവരെന്നെ. Hi, Auntie. Ah. Did you see the film Messi on TV? Did you like it? Oh, that old man with long hair and big mustache was simply superb, no, Auntie? What is his name? My name is Kanjana. Oh no, I'm talking about that actor. മോള് വേഗം മുമ്പോട്ട് നടക്ക. He's a British actor, remember? My husband waiting. What is your husband, Auntie? Husband is Sukumaran. I know that. What is he? No, no. No, what no? മോള് വാ, വേഗം വാ. Hi, Kanchi. മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരായിരുന്നു. അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? Hi, Mom. Get me something to eat. I feel so hungry. ആദ്യം പോയി കുളിക്കേ. ഐ ആം കമ്മിങ്. കാഞ്ചി, നീ വന്നേ. ഞങ്ങളെ ആ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കാഞ്ചി ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചുമപ്പ് മാരുതി അങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചാലും കാണാൻ പറ്റൂല. ഗ്ലാസ് മുഴുവനും പേപ്പർ ഒട്ടിച്ചിരിക്കല്ലേ. ലക്ഷ്മണൻ കോൺട്രാക്ടറുടെ കാറാ അത്. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ ഡിന്നറിന് കൊണ്ടുപോവാ. കോൺട്രാക്ടിന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശ്, അഡ്വക്കേറ്റിനാണെങ്കിൽ കേസില്ല. ആ സ്ത്രീ വല്ലപ്പോഴും ഒരിക്കൽ ഡിന്നർ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലേ? ഈ കോളനിക്കല്ലേ എന്റെ ചീത്ത പേര്? നമ്മളെ പോലെ അന്തസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു അപമാനമാ സ്ത്രീ. അത് ശരിയാ. സുലു, ഇറച്ചിക്കറിക്ക് മല്ലി വറുത്തരിക്കണോ വറക്കാതിരിക്കണോ? വറുത്തരച്ചോളൂ തങ്കു. തേങ്ങാപ്പാൽ പുഴിയണം കേട്ടോ. ഓക്കേ. Come to the point. Mom, are you coming or not? ഐ ആം കമ്മിങ് ജോജോ. അവക്ക് ദേഷ്യം വന്നാലേ വല്ല ടിവിയോ മറ്റോ തല്ലിപ്പൊട്ടിച്ച് കളയും. ഞാൻ പോയിട്ട് വരട്ടെ. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി വേറെയും പല കഥകളുണ്ട്. ഞാൻ വന്നിട്ട് പറയാം. നല്ല പുള്ളിയാ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ കുറ്റം പറയുന്നത്. കാഞ്ചിക്കറിയോ നീ പോയ സ്ത്രീയുടെ പൂർവ്വചരിത്രം വലുതും? സിംഗപ്പൂരിൽ വെച്ച് ഒരു ചൈനക്കാരനെ കൊന്നേച്ച് ഓടി പോന്നതാ ഈ ജീജി. അയ്യോ, ഒറിജിനൽ പേര് ജീജി എന്നൊന്നും അല്ല, ഏലിയമ്മ. പാവം ചൈനക്കാരൻ സ്വത്തും പോയി ജീവനും പോയി. വശീകരിച്ചെടുത്തതാ. സിംഗപ്പൂരിൽ ചെന്നാലേ ഇവിടെ തൂക്കിക്കൊല്ലും. ആണോ? കൊള്ളാം. ഭർത്താവെന്ന് പറഞ്ഞ ആ കോമാളിയില്ലേ, അവൻ ബോംബെയിൽ ഏതോ ഒരു ഹോട്ടലിൽ ബോയ് ആയിരുന്നു. ഇവൾ ഒളിച്ചു താമസിക്കുമ്പോ കൂടെ കൂടിയതാ. ആ ചെറുക്കന്റെ തന്ത വേറെ ആരോ.
ഈശ്വര, എന്തൊക്കെയാ ഈ കേക്കണത്? അയ്യോ സുഖമായിട്ടൻ, ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓട്ടെ ചേച്ചി, പിന്നെ വരാം. ഒന്ന് ആ ഞങ്ങൾ തല്ലാൻ മതി. ഇപ്പളോ? ഹായ്, ഇത് നമ്മുടെ കാറാണോ സുഖേട്ടാ? അതെ. അയ്യോ എനിക്ക് സന്തോഷായി. മോളെ നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. നാലാള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. എങ്ങനെയുണ്ട്? കാർ ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കുന്നു. ഇനി ഇപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാമല്ലോ. ആ നടണ്ട. വണ്ടി അകത്ത് തരട്ടെ? വേണ്ട വേണ്ട, മേസ്തിരി ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. ആണോ? പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി. ആ ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി. ആ ഇതിനോടൊക്കൂല. ദേ ഞങ്ങള് പുതിയ കാറ് വാങ്ങി. പുതിയതല്ല. അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടി അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്തിരി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ. ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. ദേ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധം മാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. ആഹാ. മേസ്ത്രി, Very good. മേസ്ത്രി ഇങ്ങോട്ട് വന്നേ. മേസ്ത്രി ഇങ്ങോട്ട് ഉയ് വന്നേ. കൊച്ചം. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകളാ. അയാൾ കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് വരാട്ടെ, അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിട്. എന്നിട്ട് കാലത്ത് വാ, എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റും. പറ്റൂല പറ്റൂല പറ്റൂല. സുഖേട്ടാ, 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 നമ്മുടെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം. ഇപ്പഴാ? ഈ രാത്രിയിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം തുറന്നു വെച്ചിട്ടുണ്ടാവോ? രാത്രിയിലത്തെ കാര്യമല്ല, അടുത്ത ജൂണിൽ സ്കൂൾ തുറക്കുമ്പോ. ആഹാ, അതിന് ഇനിയും സമയം കിടക്കല്ലേ. ഞാനങ്ങ് പേടിച്ചു പോയി. പാതിരാത്രിയിൽ വിളിച്ചു നടത്തി പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറഞ്ഞ. പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാ. മോളെ ഇനി മലയാളം പഠിപ്പിക്കുകയേ വേണ്ട, ഇംഗ്ലീഷ് മാത്രം മതി. എന്റെ അച്ഛൻ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാത്തതിന്റെ ദുഃഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്റെ മോക്ക് എന്റെ ഗതി വരരുത്. ഏത് ഭാഷയും പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് അമേരിക്കക്കാരൻ എഴുതിയ നോവലും കക്ഷത്ത് വെച്ച് നടക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമൊന്നല്ല. മലയാളവും പഠിക്കണം. നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ അത് വളരെ അത്യാവശ്യം. വേണ്ട, എന്റെ മോൾ ഇംഗ്ലീഷ് പഠിച്ചാ മതി. എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് പിന്നെ സംസാരിക്കാം. ലൈറ്റ് അണക്കി.